1977 ഞാൻ പോലീസ് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ ഒരു ഫിംഗർ പ്രിൻറ്റ് സെർച്ചറായിട്ടാണ് സർവീസ് ആരംഭിച്ചത്. അത് PSCയുടെ സാധാരണ പോലെ PSC ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റിൽ ഞാനൊരു ആദ്യമല്ലായിരുന്നു, കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നെങ്കിലും അന്ന് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ എന്ന് പറയുന്നത് ഫിംഗർ പ്രിൻറ്റ് ട്രിവാൻഡ്രത്ത് ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോ ചില ജില്ലകളിൽ മാത്രം സിംഗിഡേറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ അതാത് ജില്ലകളിലേക്ക് മാത്രമായിട്ട് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു യൂണിറ്റേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെയൊക്കെ ഈ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം പല ജില്ലകളിലും പുതിയതായിട്ട് തുടങ്ങുകയും അപ്പോൾ അങ്ങനെ എനിക്ക് ഫിംഗർ പ്രിൻറ്റിൻ്റെ ഡിസ്ട്രിക്റ്റിലേക്ക് പോസ്റ്റിംഗ് കിട്ടുകയും ചെയ്തു. അപ്പോൾ അതിൽ ഡിസ്ട്രിക്ട് സെൻറ്ററിലാണ് എടുത്തതെങ്കിലും ആദ്യത്തെ 3 വർഷവും ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ തന്നെയായിരുന്നു. ഫിംഗർ പ്രിൻറ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഉള്ള ആരെയും ഡിഗ്രിയാണ് അതിൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ഉള്ളവർ PSC സെലക്ട് ചെയ്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ പെർമനൻറ്റ് സ്റ്റാഫായിട്ട് നിയമിക്കുന്നു ഫിംഗർ പ്രിൻറ്റ് സെർച്ചറായിട്ട്. അപ്പോൾ അതിന് 6 മാസം ട്രെയിനിങ്ങാണ് ഈ ഫിംഗർ പ്രിൻറ്റിൻ്റെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് പുസ്തകങ്ങൾ വരച്ചും ചെയ്തുമൊക്കെ ആയിട്ട് 6 മാസം പഠിക്കാം. പക്ഷേ 6 മാസം പഠിച്ചതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ് നമുക്കൊന്നും ആകാൻ കഴിയത്തില്ല. അതിന് 3 വർഷം തന്നെ നമ്മൾ ട്രെയിനിങ് പീരീഡായിട്ട് കണക്കാക്കും. 3 വർഷം കൊണ്ട് പല പല ഫിംഗർ പ്രിൻറ്റുകൾ, അതായത് ഫിംഗർ പ്രിൻറ്റിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മുതൽ അതിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് വരെയുള്ള ഈ 3 വർഷം കൊണ്ട് നമ്മൾ പഠിക്കുക. അതായത് അത് പുസ്തകത്തിൽ പഠിക്കുകയല്ല, എഴുതി പഠിക്കുകയല്ല. നമ്മൾ ഫിംഗർ പ്രിൻറ്റുകൾ കമ്പയർ ചെയ്ത് നോക്കി അതിൻ്റെ പിക്യുലാരിറ്റീസ് നോക്കിയും ഈ കൈവെള്ളയിലെ രേഖകളിലെ, അതായത് റിഡ്ജസ് എന്നും ഫറോസ് എന്നും പറയും. റിഡ്ജസ് എന്ന് പറഞ്ഞാൽ കൈവെള്ളയിൽ ഉയർന്നു നിൽക്കുന്ന ഭാഗവും 2 റിഡ്ജസിൻ്റെ ഇടയിലുള്ള കുഴി പോലെ താഴ്ന്നു കിടക്കുന്ന ഭാഗത്തിനാണ് ഫറോസ് എന്ന് പറയുന്നത്. റിഡ്ജസും ഫറോസും നോക്കി അത് എങ്ങനെ കമ്പയർ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ ഈ 3 വർഷം കൊണ്ട് നമ്മൾ ചെയ്ത് പഠിക്കണം. അങ്ങനെ ചെയ്തതല്ലാതെ ഇത് എഴുതി പഠിക്കാനോ പുസ്തകത്തിൽ പഠിക്കാനോ പറ്റുന്നൊരു സംഗതിയല്ല ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത്. ചെയ്ത് പഠിക്കുക എന്ന് പറയുമ്പോൾ ഫിംഗർ പ്രിൻറ്റ് ബ്യൂറോയിൽ ഈ റെക്കോർഡ് ചെയ്ത സ്ലിപ്പുകൾ കമ്പയർ ചെയ്യാം, മറ്റ് പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് വരുന്ന സ്ലിപ്പുകൾ കമ്പയർ ചെയ്തിട്ട് പ്രീവിയസ് കൺവിക്ഷൻ ഉള്ളവരാണോ ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണെന്ന് നോക്കാം. സീനോ ക്രൈമിൽ പോയി സീനോ ക്രൈമിൽ നിന്ന് കെമിക്കൽ ഉപയോഗിച്ച് പ്രിൻ്റ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്ന് ആ ചാൻസ് പ്രിൻറ്റുകൾ കമ്പയർ ചെയ്യുക. ചാൻസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ സീനിൽ നിന്ന് ചാൻസിന് കിട്ടുന്ന പ്രിൻറ്റുകളെയാണ് ചാൻസ് പ്രിൻ്റ് എന്ന് പറയുന്നത്. ആ ചാൻസ് പ്രിൻറ്റുകൾ കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. പിന്നെ അതുപോലെ തന്നെ സിവിൽ കേസുകളിൽ ഇപ്പം ഡോക്യുമെൻസിലൊക്കെ പണ്ട് വെച്ച കൈവിരൽ പതിച്ചതും പിന്നെ അതിനെ ഡിസ്പ്യൂട്ടഡ് പ്രിൻ്റ് എന്നാണ് പറയുന്നത്. അതും ഇപ്പോഴത്തെ സ്പെസിമെന് സിവിൽ കോടതികൾ ഇപ്പോൾ നമ്മൾ സംശയമുള്ള ആളിൻ്റെ സ്പെസിമെൻ ഇപ്പോൾ എടുക്കുന്ന സ്പെസിമെനുമായിട്ട് കമ്പയർ ചെയ്തിട്ട് സിവിൽ കേസുകളിൽ ഒപ്പീനിയൻ പ്രിപ്പയർ ചെയ്തും റിഡ്ജിൻ്റെ ഈ പിക്യുലാരിറ്റികൾ വെച്ചിട്ട് അത് രണ്ടും ഒന്നാണോ എന്ന് നോക്കി കമ്പയർ ചെയ്തും അങ്ങനെ സിവിൽ കേസിലും ക്രിമിനൽ കേസിലും എല്ലാം ഉപയോഗപ്പെടുന്ന രീതിയിൽ നമ്മൾ കേസുകൾ ഉൾപ്പെട്ടും മുൻശിക്ഷക്കാരെ കണ്ടെത്തുന്നതിന് സ്ലിപ്പുകൾ സെർച്ച് ചെയ്തും ഒക്കെയാണ് നമ്മൾ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രെയിനിങ് കഴിയുന്നതോടെ ഒരു 3 വർഷം ട്രെയിനിങ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഏകദേശം ഫിംഗർ പ്രിൻറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്യും. ഇത് നമ്മളൊരു ചെറിയ ഫീൽഡാണെങ്കിലും നമ്മൾ ഒരുപാട് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു ഫീൽഡാണ്. കൈവെള്ളയിലുള്ള പോലെ തന്നെയുള്ള സ്കിൻ, അതായത് കൈവെള്ളയിലെ സ്കിന്നിൻ്റെ ഒരു പ്രത്യേകത ബാക്കിയുള്ള സ്കിന്നിനെ അപേക്ഷിച്ച് ഗ്രിപ്പുള്ള സ്കിന്നാണ് കൈവെള്ളയിലുള്ളത്. അതുപോലെ തന്നെയാണ് കാലിൻ്റെ വെള്ളയിലുള്ളത് ഈ വരകളുള്ള സ്കിൻ. അത് എന്തിനാണെന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് തന്നിരിക്കുന്നത് ഒന്ന് ഹോൾഡ് ചെയ്യാനുള്ള കൈവെള്ളയിലുള്ള പ്രിൻറ്റുകൾ, ഇത് ഒരു സാധനം നമ്മൾ പിടിക്കാൻ വേണ്ടിയും കാൽവെള്ളയിലെ പ്രിൻറ്റുകൾ നമ്മൾ നടക്കുമ്പോൾ ഭൂമിയിൽ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി പ്രകൃതി നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹമാണ് ഈ കൈവെള്ളയിലെയും കാൽവെള്ളയിലെയും പ്രിൻറ്റുകൾ. ഈ കൈവെള്ളയിലെ പ്രിൻറ്റുകൾ പോലെ തന്നെ കാൽവെള്ളയിലെ പ്രിൻറ്റുകൾക്കും അതിൻ്റേതായ പിക്യുലാരിറ്റി ഉണ്ട്. ഒരിക്കൽ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് 3-ാം മാസം സ്കിൻ ഡെവലപ്പ് ആവുന്ന കാലം മുതൽ മരിച്ച് മണ്ണഴിഞ്ഞ് മണ്ണിൽ അഴുകി ചേരുന്നവരെ ഇതേ സ്കിന്ന് തന്നെ ആയിരിക്കും കൈവെള്ളയിലായാലും കാലിൻ്റെ വെള്ളയിലായാലും. അതുപോലെ തന്നെ അതിൻ്റെ പ്രത്യേകത അത് നശിക്കുന്ന കാലം വരെ അതിൻ്റെ ആ ഒരു പ്രത്യേകതയുണ്ട്. പ്രത്യേകതയെന്ന് പറഞ്ഞാൽ ഈ വരകൾക്കുണ്ടാകുന്ന പറയുന്നത് നമ്മൾ ബൈഫർക്കേഷൻ, എൻക്ലോഷർ, ഡീവിയേഷൻ, ഇൻ്റർസെക്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഷോർട്ട് റിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പിക്യുലാരിറ്റീസ് ഉണ്ട്. ആ പിക്യുലാരിറ്റീസ് കൈവെള്ളയിലും കാണും കാൽവെള്ളയിലും കാണും. ഈ കൈവെള്ളയിലെ പോലെ കാൽവെള്ളയും നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ കാൽവെള്ള ഉപയോഗിക്കാനുള്ള ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ
കാലിൽ നിന്ന് പ്രിൻ്റ് കിട്ടാൻ സാധ്യത പലയിടത്തും കുറവാണ്. കാര്യം അത് നമ്മൾ ചെളിയിലും മണ്ണിലും ഒക്കെ ചവിട്ടിയാവുമ്പോൾ പ്രിൻ്റ് കിട്ടാനുള്ള സാധ്യത. പിന്നെ ഈ പൗഡർ അതുപോലുള്ള സാധനത്തെ എവിടെയെങ്കിലും ചവിട്ടുകയോ അല്ലെങ്കിൽ അതുപോലെ എണ്ണയിലോ അതുപോലെ വല്ലതും ചവിട്ടിയാൽ മാത്രമേ കാലിൻ്റെ പ്രിൻ്റ് അധികം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ പ്രിൻ്റ് കിട്ടാൻ സാധ്യത കാൽവെള്ളയിൽ കുറവാണെന്നുള്ളേ ഉള്ളൂ. കൈവെള്ളയിലെ പ്രിൻ്റുകൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കാൽവെള്ളയിലും ഉപയോഗിക്കാം. പിന്നെ കാലിന് പിന്നെ വേറൊരു പ്രത്യേകത ഉള്ളത്, ഇത് മോൾഡ് ചെയ്തിട്ട് എടുത്തിട്ട് ഇതിൻ്റെ അളവും വിരലുകളുടെ ഇടയിലെ വിടവും വിരലുകളുടെ നീളമൊക്കെ നമുക്ക് ഒറിജിനൽ കാലുമായിട്ട് കമ്പയർ ചെയ്യാനോട് ഇത് ഉപയോഗിക്കാം. പക്ഷെ അതൊരു കൺക്ലൂസീവ് എവിഡൻസ് അല്ല. റിഡ്ജ് ഈ കൈവെള്ളയിലെ രേഖകൾ പോലെ. പക്ഷെ ഈ അളവ് മെഷർമെൻറ്റ് കൺക്ലൂസീവായിട്ട് നമുക്ക് എടുക്കാൻ കഴിയില്ല എന്നുള്ളേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം, ഒരു അഡീഷണൽ തെളിവായിട്ട് ഉപയോഗിക്കാമെന്നുള്ളേ ഉള്ളൂ. അത് കൺക്ലൂസീവായിട്ട് പറയണമെങ്കിൽ ഈ രേഖകൾ വെച്ച് തന്നെ, റിഡ്ജസ് ആൻഡ് ഫുറോസ് വെച്ച് തന്നെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് ഇതെല്ലാം നമ്മൾ ഈ 3 വർഷം കൊണ്ട് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും. ഇത് മോൾഡ് ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉപയോഗിച്ച് ഈ കെട്ടിടത്തിന് കമ്പിയൊക്കെ കെട്ടി വാർക്കുന്ന പോലെ തന്നെ നമ്മൾ കമ്പിയല്ല, അതിന് പകരം ഈർക്കിലോ അതുപോലുള്ള ചില സാധനങ്ങൾ വെച്ച് നെടുകയും കുറുകയും വെച്ച് ഇത് മോൾഡ് ചെയ്തെടുത്തിട്ടാണ് അത് ഈ മെഷർമെൻറ്റ് രീതിയിൽ കമ്പയർ ചെയ്യാനേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതല്ല ഫിംഗർ പ്രിൻ്റ് പോലെ തന്നെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് കാലിലെ റിഡ്ജസ്, അതിൻ്റെ പാദം പതിഞ്ഞ ആ വരകൾ തന്നെ കിട്ടണം. അത് വരകൾ കിട്ടുക എന്ന് ഞാൻ പറയുമ്പോൾ ഈ കൈനോട്ടക്കാരൻ നോക്കുന്ന രേഖകളല്ല, സ്കിന്നിൻ്റെ ബേസിക്കായിട്ടുള്ള ആ ഒരു റഫ്നെസ് ഉണ്ടാക്കുന്ന ചെറിയ വരകളും കുഴികളും. കൈനോട്ടക്കാരൻ്റെ രേഖ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. കൈനോട്ടം എന്ന് പറയുന്നത് ഇതിനകത്തുള്ള അതിന് സയൻറ്റിഫിക്കായിട്ട് യാതൊരു ഇതുമില്ല. പിന്നെ ഓരോരുത്തരും ഉപജീവന മാർഗമായിട്ട് അത് കൊണ്ടു നടക്കുന്നുള്ളൂ. പക്ഷേ ഇതെന്ന് പറയുന്നത്, ഫിംഗർ പ്രിൻ്റ് എന്ന് പറയുന്നത് ആജീവനാന്തം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു, യാതൊരുവിധ തെറ്റുപറ്റാത്തതും കൺക്ലൂസീവായിട്ട് ഏത് കോടതിയും പരമമായ തെളിവായിട്ട് കരുതുന്നതുമാണ്. അത് 3 വർഷം ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ സെൻട്രൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോ ഉണ്ട്. നേരത്തെ കൽക്കട്ടയിലായിരുന്നു, ഞാനൊക്കെ ഫിംഗർ പ്രിൻ്റ് ഉണ്ടായിരുന്നപ്പോൾ കൽക്കട്ടയിലായിരുന്നു, ഇപ്പോൾ ഡൽഹിയിലാണ്. ആ സെൻട്രൽ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോയിൽ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട് എക്സാമിനേഷൻ ഉണ്ട്. ഏറ്റവും കുറഞ്ഞ 75% മാർക്കെങ്കിലും ആ എക്സാമിനേഷൻ പാസ്സായാലേ നമ്മളൊരു ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടായിട്ട് ഡിക്ലെയർ ചെയ്യത്തുള്ളൂ. ആ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സാണ്. അവിടുന്ന് നമ്മളെ എക്സ്പേർട്ടായിട്ട് ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് കോടതിയിൽ ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ടായിട്ട് അപ്പിയർ ചെയ്യാനും നമുക്കൊരു ഫിംഗർ പ്രിൻ്റ് എക്സ്പേർട്ട് എന്നുള്ള അതിലൊരു ഒപ്പീനിയൻ കൊടുക്കാനും അതിനൊരു കോടതി തെളിവ് കൊടുക്കാനും ഒക്കെ കഴിയുള്ളൂ. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അയാളുടെ പേര് ഗുപ്ത. ഗുപ്ത എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു നോർത്ത് ഇന്ത്യൻ ഒരാളിനെയാണ് ഇത് പെട്ടെന്ന് മനസ്സിൽ വരിക. എന്നാൽ ഗുപ്ത എന്നത് കാട്ടാക്കടക്കാരനായ ഒരു പട്ടാളക്കാരൻ്റെ മകനാണ്. അയാൾ പട്ടാളത്തിലായിരുന്നപ്പോൾ അയാളുടെ ഓഫീസർ അയാൾ ദൈവം പോലെ കണക്കാക്കിയിരുന്ന ഒരു പട്ടാളക്കാരൻ. ഒരു മകൻ പിറന്നപ്പോൾ മറ്റൊന്നും ചിന്തിച്ചില്ല, മകൻ അയാൾ പേരിട്ടു ഗുപ്ത. ഗുപ്തയെ ഞാൻ കാണുന്നത് ആലപ്പുഴ സർക്കിൾ ഇൻസ്പെക്ടറായിരിക്കുമ്പോഴാണ്. കാണുന്നത് ഒരു കുളത്തിൽ മുങ്ങിയും പൊങ്ങിയും കിടക്കുന്ന ഒരവസ്ഥയിൽ. കുറേ ആളുകൾ കുളത്തിൻ്റെ കരയിൽ നിന്ന് ഗുപ്തയെ കല്ലെറിയുകയും തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു, ഇങ്ങനൊരു കള്ളൻ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്, അയാൾ മുങ്ങിയും പൊങ്ങിയും കിടക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഗുപ്തയെ കാണാൻ വേണ്ടി ഞാൻ ആലപ്പുഴ കളക്ട്രേറ്റിനും മെഡിക്കൽ കോളേജിനും ഇടയിലുള്ള ഒരു കുളത്തിൻ്റെ കരയിലെത്തുന്നത്. ഗുപ്ത എങ്ങനെ അവിടെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഷണത്തിൻ്റെ ഉദ്ദേശത്തിലാണ് വന്നത്. ഗുപ്ത ശരിക്കു പറഞ്ഞാൽ ചെറുപ്പകാലം അത്ര വല്ല അച്ഛൻ പട്ടാളത്തിൽ, അമ്മ അത്ര കെയർ ചെയ്യാതിരുന്ന്
എങ്ങനെയൊക്കെയോ വളർന്ന് എങ്ങനെയൊക്കെയോ വലുതായി ഒരു കള്ളനായി മാറിയായിരുന്നു. കൃത്യമായി മോഷണം നടത്തുന്നതിനൊരു സ്ഥലമില്ല, കൃത്യമായി അന്തി ഉറങ്ങുന്നതിനൊരിടമില്ല. എവിടേക്കോ പോയി എവിടുന്നൊക്കെയോ മോഷണം ചെയ്ത് എങ്ങനെയൊക്കെയോ വളർന്ന് ജീവിച്ച ഒരാൾ. അങ്ങനെ ഇരിക്കുകയാണ് ഗുപ്ത മലയൻകീഴുകാരനായ ബിജു എന്ന ആളിനെ പരിചയപ്പെടുന്നത്. ബിജുവായിട്ട് പരിചയപ്പെടാനുള്ള കാരണം ബിജുവും ഗുപ്തയും ഒരേ തൊഴിലുകാരായിരുന്നു. രണ്ടുപേരും ജയിലിൽ വെച്ച് പരിചയപ്പെടുകയും മോഷണത്തിൽ രണ്ടുപേർക്കുമുള്ള സമാനതകൾ വെച്ച് രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കളാകുകയും ചെയ്തു. ഗുപ്ത താമസിക്കുന്നത് കാട്ടാക്കടയിലും ബിജു മലയൻകീഴും. ഒരു ദിവസം ഗുപ്ത മലയൻകീഴിലുള്ള ബിജുവിൻ്റെ വീട്ടിൽ ചെന്നു. ബിജുവിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു സ്കൂട്ടർ മുറ്റത്തിരിപ്പുണ്ട്. അപ്പോൾ ഗുപ്ത ചോദിച്ചു, എവിടെ നിന്നാണ് സ്കൂട്ടറെന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് ഇന്നലെ ഞാൻ തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് പൊക്കിയതാണ്. രണ്ടുപേരുടെ സ്കൂട്ടർ എടുത്ത് തിരിച്ചു. സ്കൂട്ടറുമായിട്ട് കഴക്കൂട്ടത്ത് വന്നു, കഴക്കൂട്ടത്ത് നിന്ന് കൊല്ലത്ത് വന്നു, കൊല്ലത്ത് നിന്ന് വീണ്ടും വടക്കോട്ട് വിട്ട് എവിടെ സ്ഥലം അവർക്കറിയില്ല. എവിടെയോ ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് രാത്രിയായി. രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു സ്വർണ്ണക്കട കണ്ടു. സ്വർണ്ണക്കടയുടെ മുമ്പിൽ അവർ സ്കൂട്ടർ വെച്ചു. സ്ഥലം പറയാൻ ഗുപ്തയ്ക്ക് അറിയില്ല. സ്കൂട്ടർ വെച്ചിട്ട് കടയുടെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി. കിട്ടിയ സ്വർണ്ണമെല്ലാം ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കിട്ടിയതിനനുസരിച്ച് അടുക്കി വാരിയെടുത്തു. സ്കൂട്ടർ കടയുടെ മുൻവശം ഇരിക്കുകയാണ്. അകത്ത് കള്ളന്മാരുണ്ട്. പെട്ടെന്നാണ് ഒരു പോലീസ് ജീപ്പ് അവിടെ വന്ന് നിന്നത്. പോലീസ് ജീപ്പ് വന്ന് നിന്നിട്ട് കടയുടെക്കുള്ളിലേക്കോ കടയുടെ പരിസരത്തോ അവർ നോക്കില്ല. ആരോരുമില്ലാതിരിക്കുന്ന ഒരു സ്കൂട്ടർ കണ്ടു. ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോലീസ് പാർട്ടി സ്ഥലം വിട്ടു. ഗുപ്തയും ബിജുവും മോഷണം കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയപ്പോൾ സ്കൂട്ടറില്ല. കിട്ടിയ സ്വർണ്ണമായിട്ട് അവർ നേരെ തിരുവനന്തപുരം ലക്ഷ്യമാക്കി തെക്ക് ഭാഗത്തേക്ക് നടന്നു. കുറേ നടന്നു കഴിയുമ്പോൾ ഏതാണ്ട് 160 കിലോമീറ്റർ ഉണ്ട്. നടന്ന് തിരുവനന്തപുരത്ത് എത്താൻ കഴിയില്ല. അപ്പോൾ തോന്നി ഏതെങ്കിലും ഒരു വാഹനം വേണമെന്ന്. വാഹനം നോക്കിയിട്ട് എടുക്കത്തക്ക വാഹനമൊന്നും കിട്ടില്ല. ഒരു വീടിൻ്റെ കാർ പോർച്ചിൽ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരുടെ മതിലടി അകത്ത് കയറി. അകത്ത് കയറിയിട്ട് സ്കൂട്ടർ ഉരുട്ടി ഗേറ്റ് വരെയും കൊണ്ടുവന്നു. ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് രണ്ടുപേരുടെ സ്കൂട്ടർ പൊക്കിയെടുത്ത് റോഡിലിറക്കി. റോഡിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ഉരുട്ടിക്കൊണ്ട് പോയിട്ട് നിർത്തിയിട്ട് അതിൻ്റെ വയർ കൂട്ടി മുട്ടിച്ച് സ്റ്റാർട്ടാക്കി. അങ്ങനെ രണ്ടുപേരുടെ കിട്ടിയ സ്വർണ്ണമായി നേരെ തിരുവനന്തപുരത്തിന് പോയി. തിരുവനന്തപുരത്ത് മലയൻകീഴിലെ ബിജുവിൻ്റെ വീട്ടിലേക്കാണ് നേരെ പോയത്. അവിടെ ചെന്ന് സ്കൂട്ടറിൻ്റെ ബോക്സിൽ തന്നെ സ്വർണ്ണമൊക്കെ വെച്ചിട്ട് അന്ന് അവരവിടെ കിടന്ന് ഉറങ്ങി. ഗുപ്ത അടുത്ത ദിവസം രാവിലെ എണീറ്റ് കാട്ടാക്കടയ്ക്ക് പോവുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞാണ് ഗുപ്ത മടങ്ങി വരുന്നത്. മടങ്ങി വന്നപ്പോൾ ബിജു എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ പറഞ്ഞു, ബിജുവിൻ്റെ ഒരു സഹോദരി കല്യാണം കഴിച്ചേക്കുന്നത് തിരുവല്ലയാണ്. അപ്പോൾ കിട്ടിയ സ്വർണം തിരുവല്ലയിൽ എവിടെയെങ്കിലും വിൽക്കാമല്ലോ എന്ന് കരുതി ബിജു നേരെ തിരുവല്ലയ്ക്ക് സ്കൂട്ടർ എടുത്തുകൊണ്ട് പോയി. വഴിയിലൊരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായി ബോധം കെട്ട ബിജു റോഡിൽ വീണു. റോഡിൽ നിന്ന് ആരൊക്കെയോ എടുത്ത് അയാളെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. ഗുപ്ത കാട്ടാക്കടയിൽ നിന്നും ബിജുവിൻ്റെ മലയൻകീഴിലെ വീട്ടിലെത്തുമ്പോൾ ബിജു സഹോദരിയുടെ വീട്ടിൽ പോകാനാണെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമായിട്ട് തിരുവല്ലയ്ക്ക് പോയെന്നും തിരുവല്ലയ്ക്ക് പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ബിജുവിനെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. ബിജു നേരെ ഗുപ്ത നേരെ പുഷ്പഗിരി മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു. ചെല്ലുമ്പോൾ കാലിൻ്റെ എല്ല് രണ്ടായിട്ട് ഒടിഞ്ഞ് അതിൻ്റെ ചികിത്സയായിട്ട് ബിജു പുഷ്പഗിരി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ബിജുവിനോട് സ്വർണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ആക്സിഡൻറ്റ് പറ്റി അന്നേരം തന്നെ ബോധം കെട്ടുപോയി. അപ്പോൾ ആ സ്വർണ്ണം സ്കൂട്ടറിൻ്റെ ബോക്സിലുണ്ടായിരുന്നു.
സ്കൂട്ടറിൻ്റെ ബോക്സിൽ എവിടെ അത് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല, അതുകൊണ്ട് അത് സ്കൂട്ടറിൻ്റെ ബോക്സ് നോക്കിയാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ഗുപ്ത ഉടൻ തന്നെ തിരുവല്ല പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ നിന്നപ്പോൾ സ്കൂട്ടർ അവിടെ ഇരിപ്പുണ്ട്. സ്കൂട്ടറിൻ്റെ ബോക്സ് നോക്കി. സ്കൂട്ടറിൻ്റെ ബോക്സ് നോക്കിയപ്പോൾ ആ സ്വർണത്തിന് പൊതിയുമില്ല, സ്കൂട്ടറിൻ്റെ ബോക്സ് തുറന്നു കിടക്കുന്നു. സ്വർണം എങ്ങനെ നഷ്ടപ്പെട്ടെന്ന് ഗുപ്തയ്ക്കോ ബിജുവിനോ അറിയില്ല. ആക്സിഡൻറ്റ് പറ്റിയപ്പം അതിൻ്റെ ബോക്സിൽ നിന്ന് തെറിച്ചു പോയതാണോ, ആക്സിഡൻറ്റ് പറ്റി റോഡിൽ കിടന്നപ്പോൾ വല്ലവരും തുറന്നെടുത്തുകൊണ്ട് പോയതാണോ, ഇനി പോലീസുകാർ മൗസർ എഴുതിയപ്പം പോലീസുകാരെടുത്ത് വീതം വെച്ചതാണോ, ഒന്നും എങ്ങനെ നഷ്ടപ്പെട്ടു എന്നറിയില്ല. ഏതായാലും ഒരു കാര്യം ബോധ്യമായി, സ്വർണം നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ ഇത് അവർക്ക് ആരോടും പരാതിപ്പെടാനോ ഒന്നും പറയാനോ കഴിയില്ല, കാര്യം മോഷണം മുതലാണ്. അതുകൊണ്ട് തന്നെ ഗുപ്തയ്ക്ക് അതൊരു വലിയ നിരാശയായി. പക്ഷേ അയാൾ വളരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സുഹൃത്തായ ബിജുവിനെ ചികിത്സിക്കുകയും വേണം. പുഷ്പഗിരിയിൽ അപ്പോൾ തന്നെ ഏതാണ്ട് ലക്ഷക്കണക്കിന് രൂപയായി. പുഷ്പഗിരിയിൽ രൂപയടയ്ക്കാൻ കയ്യിൽ പൈസയില്ല. മാത്രമല്ല, അപ്പോൾ പത്രത്തിൽ മറ്റൊരു പരസ്യം കണ്ടു. ഏറ്റുമാനൂർ മാതാവ് ഹോസ്പിറ്റലിൽ ഒരു പുതിയ സർജൻ വന്നിട്ടുണ്ട്, അദ്ദേഹം വളരെ വിദഗ്ധമായ സർജറി ചെയ്ത്, ഇതുപോലെ ഈ എല്ലിൻ്റെ ഡോക്ടറാണ്, വളരെ വിദഗ്ധമായി സർജറി ചെയ്ത് എല്ലുകൾ കൂട്ടി യോജിപ്പിച്ച് വളരെ വിദഗ്ധമായി ചികിത്സിക്കുമെന്നൊരു പരസ്യം കണ്ടു. ഉടൻ തന്നെ ഗുപ്തയ്ക്ക് തോന്നി ഈ ബിജുവിനെ പുഷ്പഗിരിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ട് മാതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ എന്ന്. പക്ഷേ പുഷ്പഗിരിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യണമെങ്കിൽ പൈസയില്ല, മാതാവ് ഹോസ്പിറ്റലിൽ സർജറി ചെയ്യണമെങ്കിൽ പൈസ കെട്ടിവെക്കാൻ പൈസയില്ല. ബിജു നേരെ എറണാകുളം ഭാഗത്തേക്ക് വണ്ടി കയറി. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് മോഷണത്തിന് പ്രത്യേക സ്ഥലമില്ല, സമയമില്ല, സന്ദർഭമില്ല, നേരത്തെ കണ്ടുവെക്കേണ്ട കാര്യമില്ല. രാത്രിയിൽ എറണാകുളത്തിന് വണ്ടി കയറി അയാൾ എറണാകുളത്ത് ഏതൊക്കെയോ വീട്ടിൽ കയറി. അതിൽ വളരെ പ്രസിദ്ധരായവരുടെയൊക്കെ വീടുകളുണ്ടായിരുന്നു, പത്രക്കാരുടെ വീടുകളുണ്ടായിരുന്നു. പക്ഷെ അത് ഞാനിപ്പം അത് എടുത്തു പറയുന്നില്ല. അങ്ങനെ കയറിയ കിട്ടിയ പണവും സ്വർണം വിറ്റ പണവും അവിടുന്ന് കിട്ടിയ പണവും എല്ലാമായിട്ട് പുഷ്പഗിരി വന്ന് പുഷ്പഗിരിയിലെ ബില്ലടച്ചു. പുഷ്പഗിരിയിലെ ബില്ലടച്ചപ്പോൾ അതിനുശേഷം ബിജുവിനെ ഡിസ്ചാർജ് ചെയ്ത് മാതാവ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. മാതാവ് ഹോസ്പിറ്റലിൽ അന്നത്തെ കാലത്ത് 1 ലക്ഷം രൂപ കെട്ടിവെക്കണം. ആ 1 ലക്ഷം രൂപ കെട്ടിവെക്കാൻ ഗുപ്തയുടെ കയ്യിലുണ്ടായിരുന്നു. അതിനുള്ള മോഷണം അയാൾ നടത്തിയിരുന്നു. അങ്ങനെ 1 ലക്ഷം രൂപ കെട്ടിവെച്ച് മാതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ബിജുവിനെ ചികിത്സിച്ചു. പിന്നെ അങ്ങോട്ട് ബിജുവിന് വേണ്ടിയുള്ള പൈസ സമ്പാദിക്കൽ അയാളുടെ ലക്ഷ്യം. അനുസരിച്ച് തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരി ഭാഗത്തേക്ക്, എറണാകുളം ഭാഗത്തേക്കൊക്കെ രാത്രി കഴിയുമ്പോൾ ബസ് കയറും. കിട്ടുന്ന സ്ഥലങ്ങളിൽ കിട്ടുന്നതിനനുസരിച്ച് കിട്ടുന്ന പോലെ ഓരോരോ വീടുകളിൽ കയറി അയാൾ മോഷണം തുടങ്ങി. അങ്ങനെ മാതാവ് ഹോസ്പിറ്റലിലെ പൈസ കടമില്ലാതെ ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയും അയാൾ അന്ന് രാത്രി കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ കിട്ടിയ പൈസ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തു. ഭക്ഷണം കഴിക്കണമെങ്കിൽ കയ്യിൽ പ്രത്യേക കാശൊന്നുമില്ല. കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള 1-2 പെട്ടിക്കടകളിൽ കയറി അത്യാവശ്യം ഭക്ഷണത്തിനുള്ള കാശ് കിട്ടി. അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ചിലവൊക്കെ കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷൻ കണ്ട ഒരു ട്രെയിനിൽ കയറി കിടന്നുറങ്ങി. ട്രെയിൻ എങ്ങോട്ട് പോകുന്നതെന്നും അയാൾ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ അയാൾ അറിഞ്ഞില്ല. എപ്പോഴോ ട്രെയിനിന് ഒരു സ്റ്റേഷനിൽ നിന്നപ്പോൾ പറഞ്ഞു, അവിടെ യാത്രക്കാർ പറയുന്നത് കേട്ടു, ഇവിടെ വരെ ട്രെയിനുള്ളൂ എന്ന്. അങ്ങനെ ഗുപ്ത അവിടെ ഇറങ്ങി നോക്കുമ്പോഴാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ കയറാൻ അയാൾക്ക് പറ്റില്ല. തിരുവനന്തപുരം സിറ്റിയിലേ കയറാൻ പറ്റില്ല. കാരണം തിരുവനന്തപുരം പോലീസിൻ്റെ കയ്യിൽ 10-12 വാറൻറ്റുകൾ ഇരിക്കുകയാണ് ഗുപ്തയ്ക്കെതിരെയുള്ളത്. നേരത്തെ നടന്ന മോഷണ കേസ്, ശിക്ഷിച്ചതും ശിക്ഷിക്കാനുള്ളതുമായ കുറേ കേസുകളിൽ വാറൻറ്റുമായി പോലീസ് നടക്കുകയാണ്. ആ വാറൻറ്റുമായി നടക്കുന്ന സിറ്റിയിൽ ഗുപ്തയെ സംബന്ധിച്ചൊരു സുരക്ഷിതമല്ലാതെ അയാൾക്ക് തോന്നി. ഉടൻ തന്നെ അടുത്ത് കണ്ട ട്രെയിനിൽ അയാൾ കയറി. ഒരു ട്രെയിനിൽ കയറിയാലും അയാൾ ടിക്കറ്റ് എടുക്കാറില്ല. അവന് ഗുപ്തയുടേതായ ന്യായീകരണമുണ്ട്. ഏതെങ്കിലും ട്രെയിനിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കുന്നിടത്തു നിന്ന് ട്രെയിനിൽ കയറാൻ പറ്റൂ.
ടിക്കറ്റ് എവിടത്തേക്കാണ് എടുത്തത് അവിടെ ഇറങ്ങുകയും വേണം. ഇത് ടിക്കറ്റ് എടുക്കാതിരുന്നാൽ ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് കയറാം, ഇഷ്ടമുള്ള സ്ഥലത്ത് ഇറങ്ങാം, ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ. അതാണ് ഗുപ്തയുടെ ന്യായീകരണം. ഗുപ്ത അങ്ങനെ ട്രിവാൻഡ്രം സെൻട്രൽ സ്റ്റേഷൻ ട്രെയിനിൽ കയറി. ആ ട്രെയിന് ആലപ്പുഴ വഴി എറണാകുളം വഴി പോകുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ അങ്ങനെ ഗുപ്ത ആലപ്പുഴ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തോന്നി ഇവിടെ ഇറങ്ങിക്കളയാവുന്നു. ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ സ്റ്റേഷൻ തീരെ പരിചിതമല്ല, അപരിചിതമായൊരു സ്ഥലമാണ്. നേരത്തെ അവിടെ അങ്ങനെ വന്നതായിട്ട് ഓർമ്മയില്ല. അവിടെ മറ്റ് പരിപാടികളൊന്നും തന്നെ മോഷണത്തിനായിട്ടൊന്നും അങ്ങനെ ഒരു അറ്റാച്ച്മെൻ്റ് സ്ഥലമല്ല. ഗുപ്ത അവിടെ ഇറങ്ങിയിട്ട് ആരോട് ചോദിച്ചു ആലപ്പുഴ ടൗൺ എവിടെയാണെന്ന്. ടൗൺ ആരോ കാണിച്ചു കൊടുത്തു. വടക്ക് ഭാഗത്തേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ആ ഭാഗത്താണെന്ന് പറഞ്ഞു. ഗുപ്ത നടന്ന് റെയിൽവേ സ്റ്റേഷൻ വടക്ക് വശത്തുള്ള മെയിൻ റോഡിലെത്തി. അവിടെ നിന്ന് കളക്ട്രേറ്റ് ഭാഗത്തേക്ക് നടന്നു. കളക്ട്രേറ്റുമൊക്കെ കണ്ടു. അപ്പോൾ കളക്ട്രേറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ഓഫീസുണ്ട്, ഒരു എഡ്യൂക്കേഷൻ ഓഫീസാണത്. ഗുപ്തയ്ക്ക് അതൊന്നും അറിയില്ല. അതിൻ്റെ മുന്നേ ഒരു സ്കൂട്ടർ ഇരിക്കുന്നുണ്ട്. ഗുപ്ത പതുക്കെ സ്കൂട്ടറിൻ്റെ അടുത്ത് നിന്ന് കയ്യിലിരുന്ന സ്ക്രൂ ഡ്രൈവർ കൊണ്ട് അതിൻ്റെ ബോക്സ് തുറന്നു. എന്തെങ്കിലും പൈസ കിട്ടുന്നെങ്കിൽ എടുക്കാമെന്ന് കരുതിയാണ്. ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം അപ്പോഴത്തെ അയാളുടെ ഡിമാൻഡ് അന്നേരത്തെ ഭക്ഷണത്തിനുള്ള പൈസയായിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ സ്കൂട്ടറിൻ്റെ ഉടമ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് കയറി വരുമ്പോൾ കാണുന്നത് എൻ്റെ സ്കൂട്ടറിൻ്റെ അടുത്ത് ഒരാൾ പരിങ്ങി നിൽക്കുന്നതാണ്. നോക്കിയപ്പോൾ ബോക്സ് തുറന്നിരിക്കുന്നു. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് ആ നിൽക്കുന്ന ആൾ ആണ് ബോക്സ് കുത്തി തുറന്നത്. ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബോക്സിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കുറേ തുണ്ട് പേപ്പറുകളെല്ലാം മറ്റൊന്നും കിട്ടിയില്ല. ഉടൻ തന്നെ അയാൾ കള്ളൻ എന്ന് വിളിച്ചു പോയി. ഗുപ്ത കിഴക്കോട്ട് ഓടി ഗുപ്ത ഓടുന്നതിൻ്റെ പുറകിന് കുറേ ആൾക്കാരും കൂടി ഗുപ്തയ്ക്ക് രക്ഷയില്ലാതെ അറിഞ്ഞപ്പം ഗുപ്ത സൈഡിൽ കണ്ട കുളത്തിലേക്ക് എടുത്തിയാടി, ഏറ് സഹിക്കുക വയ്യാതെ. അപ്പോൾ അങ്ങനെ ആൾക്കാർ കരയിലും ഗുപ്ത വെള്ളത്തിലുമായിട്ട് പൊങ്ങിയും താണും കിടക്കുമ്പോഴാണ് എനിക്കൊരു ഫോൺ കോൾ വരുന്നത്. ഞാൻ ആലപ്പുഴ നോർത്ത് CA ആണ്. ഗുപ്ത ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്, ഒരു കള്ളൻ വെള്ളത്തിൽ കിടക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ ഗുപ്തയെ കാണുന്നത്. കാട്ടാക്കടക്കാരൻ ഗുപ്ത വെള്ളത്തിൽ പൊങ്ങിയും കിടക്കുന്നത്. ഗുപ്തയെ ഞാൻ വിളിച്ചു. യാതൊരു അനുസരണക്കേടുമില്ലാതെ ഗുപ്ത കരക്കയറി എൻ്റെ അടുത്തേക്ക് വന്നു. കാര്യം ഗുപ്തയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതൊരാവശ്യമായിരുന്നു. കാര്യം ചുറ്റും നിൽക്കുന്ന നാട്ടുകാർ കല്ലെറിഞ്ഞും തെറിവിളിച്ചും വടിയെറിഞ്ഞുകൊണ്ട് അടിച്ചും ഒക്കെ അയാളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൽക്കാലം പോലീസിൻ്റെ സംരക്ഷണം അയാൾക്കൊരാവശ്യമായിരുന്നു. അയാൾ കയറി വന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് ഞാൻ അയാളോട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി. അപ്പോഴാണ് ഗുപ്ത തൻ്റെ കാര്യങ്ങൾ മുഴുവനും കഥ പറഞ്ഞതും സ്വർണം നഷ്ടപ്പെട്ടതും ഈ സുഹൃത്തിന് വേണ്ടിയിട്ട് മോഷണം നടത്തിയതും ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്ത് ഗുപ്തയുടെ പേര് സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെന്നും ഉള്ള വെച്ചിട്ട് ഒരു FIR എഴുതി ഗുപ്തയെ റിമാൻഡ് സഹിതം ആലപ്പുഴ കോടതി ഹാജരാക്കി. ആലപ്പുഴ കോടതിയിൽ നിന്ന് പിന്നെ എപ്പോഴും അയാൾ ജാമ്യത്തിൽ പോയി. പിന്നെ ഗുപ്തയെക്കുറിച്ച് പിന്നെ ഒരു വിവരവുമില്ല. എവിടെയെങ്കിലും പിന്നീട് പിടിക്കപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ ആലപ്പുഴയിൽ നിന്ന് പോകുന്നിടത്തോളം ഗുപ്തയെ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം പിന്നെ കണ്ടുകിട്ടിയിരുന്നില്ല. ശശി വയനറ്റ് കൊണ്ട് എന്നെ കുത്താൻ വേണ്ടി ചാടി. അപ്പോൾ ടോമി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ക്വാർട്ടേഴ്സിൽ പോയി ഇവിടെ നിൽക്കരുത്, ഇയാൾ വയലൻ്റാണ്. ഞാൻ പറഞ്ഞ അയാൾ കള്ളു കുടിച്ച് വയലൻ്റായെങ്കിൽ അയാളുടെ കൈ ഇരിക്കട്ടെ. എൻ്റെ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് സുരക്ഷിതമില്ലെങ്കിൽ ഞാൻ പിന്നെ ഈ നാട്ടുകാരുടെയൊക്കെ സുരക്ഷിതം കൊടുക്കാൻ വേണ്ടി പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് ഞാൻ പോവില്ല. സാറേ ഇല്ലെങ്കിൽ അയാൾ ആ ബയണറ്റ് വെച്ച് കുത്തും, സാർ ഇവിടെ മരിച്ചു വീഴും. ഞാൻ പറഞ്ഞ് മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ,